അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അനിശ്ചിതമായിട്ട് നീട്ടിയതോടെ ആഗോള രാഷ്ട്രത്തിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുകയാണ്. യുദ്ധം തകർന്ന ഇറാനിലെ തെരുവുകളിൽ ജനങ്ങൾ വിജയാഘോഷവുമായിട്ട് ഒഴുകിയെത്തുമ്പോൾ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രമാണ്: അമേരിക്കയുടെ അതിശക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കും ഉപരോധങ്ങൾക്കും തകർക്കാനാവാത്ത പ്രതിരോധ ശേഷി തങ്ങൾക്കുണ്ട് എന്നുള്ളത്. മാപ്പും കണക്കുകളും നോക്കി മാസങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ ഒരു മാറ്റം ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ട് അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഈ വരേണ്യ ക്ലബിലേക്ക് ഇറാൻ എന്ന രാജ്യം കടന്നു വരുന്നത് അവിശ്വസനീയമായിട്ട് തോന്നാം. കാരണം സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും മറ്റ് ശക്തികൾക്ക് മുന്നിൽ ഇറാന്റെ കണക്കുകൾ ചെറുതാണ്. എന്നാൽ ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ റോബർട്ട് പാപ്പ് വ്യക്തമാക്കുന്നത് പോലെ തന്നെ ഇറാൻ സൈനികമായോ സാമ്പത്തികമായോ ഇവരോട് മത്സരിക്കുന്നില്ല എങ്കിലും ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ശേഷി അവരെ ആഗോള ശക്തിയുടെ നാലാമത്തെ കേന്ദ്രമായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. നാലാമനായിട്ട് ഇറാൻ എത്തുകയാണ്. ഇറാന്റെ ഈ ഒരു അപ്രമാദിത്വത്തിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന്റെ അതിശക്തമായിട്ടുള്ള സൈനിക സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള അവരുടെ അത്ഭുതകരമായിട്ടുള്ള പ്രതിരോധ ശേഷി. രണ്ട്, ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 ഒഴുകുന്ന ഹോർമുസ് കടലിടുക്കിന് മേൽ ഇറാൻ നേടിയ പൂർണ്ണ നിയന്ത്രണം. ഈ രണ്ട് ചെക്ക് പോയിന്റിന്റെ വിരൽ തുമ്പിൽ നിയന്ത്രിക്കാനുള്ള ഇറാന്റെ കഴിവ് എത്ര ഉപരോധങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇറാന്റെ കരുത്ത് എന്ന് പറയുന്നത്. എന്തായാലും സൈനികമായിട്ട് ഒരു ലോകശക്തിയെ നേരിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഫെബ്രുവരി 28 മുതൽ ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. അമേരിക്കയുടെ നിരന്തരമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ വികേന്ദ്രീകൃത കമാൻഡ് ഘടന അവരെ യുദ്ധം തുടരാൻ അനുവദിച്ചു. ശത്രുവിന്റെ സൈനിക ശക്തിയെ നിർവീര്യമാക്കാൻ കഴിയുന്നില്ല എങ്കിലും തകർക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തിയാണ് ഇറാൻ തന്റെ സൈനിക വിജയം കൈവരിച്ചത്. യുദ്ധം ഇറാന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ സംശയമില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ഇറാന് യുദ്ധം എന്ന് പറഞ്ഞത് ഇന്ന് തൊട്ട് തുടങ്ങിയതല്ല. അവർ കാലാകാലങ്ങളായിട്ട് കൊണ്ടും കൊടുത്തും വന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ആ യുദ്ധത്തെ പറ്റി വലിയൊരു ധാരണ തന്നെയുണ്ട്. എന്തായാലും അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം വധിക്കപ്പെട്ടിരുന്നു. അത് അവരെ തളർത്തുമെന്നായിരുന്നു അമേരിക്ക കരുതിയത്. പക്ഷേ അതിൽ നിന്ന് പൂർവാധി ശക്തിയോടെ ഇറാൻ വരുന്നതാണ് പിന്നീട് അമേരിക്ക കണ്ടത്. അമേരിക്ക അല്ല, ലോകം മൊത്തം കണ്ടത്. ഇറാന്റെ നാവികസേന വലിയ തോതിൽ തകർക്കപ്പെടുകയും വ്യോമ പ്രതിരോധം ദുർബലമാവുകയും ചെയ്തു. രാജ്യത്തെ പാലങ്ങളും റെയിൽവേകളും ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കൻ മിസൈലുകൾ തകർത്തെറിഞ്ഞു. എന്നാൽ ഇത്രയേറെ തകർച്ചകൾക്കിടയിലും ഇറാൻ ഭരണകൂടം തകരാതെ നിലനിൽക്കുന്നു എന്നതാണ് ലോകത്തെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. അതാണ് അമേരിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ കാരണം. കാരണം അമേരിക്ക അങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടത്തി അവിടെ കുറച്ച് പാലങ്ങളും അവിടുത്തെ ജനങ്ങളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അമേരിക്ക നീങ്ങിയപ്പോൾ അതിൽ തളരാതെ മുന്നോട്ട് വീണ്ടും അടുത്ത യുദ്ധത്തിന് സജ്ജം എന്ന് പറഞ്ഞ് ഇറാൻ നിൽക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കയെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും തകർക്കപ്പെട്ട റെയിൽവേകളും പാലങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ പുനർനിർമ്മിക്കാനുള്ള കഴിവ് ഇറാൻ പ്രകടിപ്പിച്ചു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ വെടിനിർത്തൽ 5ഉം 10ഉം 2 ആഴ്ചയൊക്കെ നീട്ടിവെക്കുന്ന ട്രംപിന് ഇത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ട്രംപ് അവിടുത്തെ ആയുധങ്ങൾ നശിച്ചു പോയത് വീണ്ടും അത് വീണ്ടെടുക്കാനും മാത്രമല്ല അവിടുത്തെ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും വേണ്ടിയിട്ട് 2 ആഴ്ചയും 3 ആഴ്ചയും ഈ പറയുന്നത് പോലെ തന്നെ വെടിനിർത്തൽ കരാർ നീട്ടി വെക്കുമ്പോൾ മറുവശത്ത് ഇറാന് നഷ്ടപ്പെട്ടത് ഞൊടിയിടയിൽ അവർ പുനർനിർമ്മിക്കുകയാണ്. ഇനി ഇത് ഇറാന്റെ ആഭ്യന്തരമായിട്ടുള്ള പ്രതിരോധ സജ്ജീകരണങ്ങളുടെയും കാര്യക്ഷമതയുടെയും ഉത്തമ ഉദാഹരണമാണ്. തകർന്നാലും തളരില്ല എന്ന ഇറാന്റെ വാശി അമേരിക്കൻ ഭരണകൂടത്തെ പോലും വലിയ രീതിയിൽ ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇറാൻ സൈന്യം തകർന്നു എന്ന ട്രംപിന്റെയും പീറ്റ് ഹെഡ്സത്തിന്റെയും ഈ പ്രഖ്യാപനങ്ങൾ വെറും പൊള്ളയാണെന്ന് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ നാവിക വിഭാഗം IRGCയുടെ നാവിക വിഭാഗം വ്യോമസേനയുടെ മുന്നിൽ
രണ്ട് ഭാഗവും ഇപ്പോഴും അതേപടി തുടരുന്നുവെന്നാണ് രഹസ്യ അന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ ശക്തി ഉപയോഗിച്ച് ഇപ്പോഴും മേഖലയിൽ ആധിപത്യം തുടരാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇനി മേഖലയിലുടനീളം അമേരിക്കയുടെയും സഖ്യകക്ഷികളെയും ഭീഷണിപ്പെടുത്താൻ ശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും ഇറാൻ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അമേരിക്കൻ മറൈൻ കോർപ്പസ് ലഫ്റ്റനന്റ് ജനറൽ ജെയിംസ് ആഡംസിന്റെ വാക്കുകളിൽ പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കയുടെ ചുരുക്കം ചില എതിരാളികൾക്ക് മാത്രമേ സംഘർഷത്തിന്റെ നിബന്ധനകൾ ഇത്തരത്തിൽ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ചുരുക്കം ശക്തികളിൽ പ്രമുഖരായിട്ട് ഇറാൻ ഇന്ന് മാറിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ചെക്ക് പോയിന്റ് ആയിട്ട് ഹോർമുസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണമാണ് ഇറാന്റെ യഥാർത്ഥ കരുത്ത് എന്ന് പറയുന്നത്. ലോകത്തിലെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നുപോകുന്നത് ഇതുവഴിയാണ്. ഇവിടെ അമേരിക്കയും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അമേരിക്കയുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ അടുത്ത് തന്നെ 36 കപ്പലുകളാണ് ഇറാൻ അതുവഴി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ആധുനിക യുഗത്തിൽ ഇതൊരു പാതയ്ക്ക് മറ്റൊരു ബദൽ കണ്ടെത്താൻ ലോകശക്തികൾക്ക് ഇന്നും സാധിച്ചിട്ടില്ല. ഹോർമുസ് വളരെ നിർണായകമായിട്ട് തുടരുകയാണ്. മാത്രമല്ല ഈ ഹോർമുസിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും ഹോർമുസിലെ നിസ്സാരമായിട്ടുള്ള ഒരു സ്തംഭനം പോലും ലോകത്തെ ഇരുട്ടിലാക്കാൻ പ്രാപ്തരാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം ഇന്ത്യയിലടക്കം നമുക്ക് വാണിജ്യവാതകം കിട്ടാതെയായി, ഇവിടുത്തെ അടുക്കളകൾ പുകയാതെയായി, അങ്ങനെ വലിയ പ്രതിസന്ധി നേരിട്ടു. എന്തായാലും ഈ കടൽപാത അടച്ചുപൂട്ടാതെ തന്നെ നിയന്ത്രിക്കാൻ ഇറാന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം. കടലിടുക്കിലെ ഗതാഗതം ഇപ്പോൾ 90%-ലധികം കുറഞ്ഞിരിക്കുകയാണ്. കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് കൊണ്ടല്ല ഇത് സംഭവിച്ചത്, മറിച്ച് ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ലണ്ടനിലെ ലോയ്ഡ്സ് പോലുള്ള സമുദ്ര ഇൻഷുറൻസ് കമ്പനികൾ പിന്മാറിയതാണ് ഇതിന് കാരണമായത്. ഇനി വാണിജ്യ ഷിപ്പർമാർ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. ഈ തന്ത്രത്തിലൂടെ ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയെ ഇറാൻ മുട്ടുകുത്തിച്ചു. ഇറാൻ 40 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തിലെ എണ്ണയുടെ 20% അവരുടെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. എന്തായാലും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം അമേരിക്ക നേരിടേണ്ടി വരുന്ന 4ാമത്തെ വൻ ശക്തിയായിട്ട് ഇറാൻ ഉയർന്നു കഴിഞ്ഞു എന്ന് റോബർട്ട് പാപ്പ് നിരീക്ഷിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ആണവ മിസൈൽ ശേഷികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ വിരോധാഭാസം എന്ന് പറയട്ടെ, ആ സംഘർഷം ഇറാനെ കടലിടുക്കിന്റെ നിയന്ത്രണം എന്ന അജയ്യമായിട്ടുള്ള ആയുധം നൽകി അനുഗ്രഹിച്ചു. ഇനി ഈ ആധിപത്യം ഉപയോഗിച്ച് ആഗോള ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങളുമായിട്ട് വലിയ വിലപേശലുകൾ നടത്താൻ ഇറാന് സാധിക്കും. ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയ്ക്കും UAE-ക്കും ഇതിനോടകം തന്നെ $50 ബില്യൺ നഷ്ടം ഇറാൻ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ തിരിച്ചടി രാജ്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടതോടെ സഖ്യ കക്ഷികളെ സഹായിക്കാൻ അമേരിക്ക സാമ്പത്തിക പാക്കേജുകൾ ആലോചിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആ രീതിയിലേക്ക് ഗൾഫ് മേഖലയും UAE-യും അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. എന്തായാലും യുദ്ധത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത് അമേരിക്കയല്ല, മറിച്ച് ഇറാനാണെന്ന സത്യം ട്രംപിന് വെടിനിർത്തൽ നീട്ടേണ്ടി വന്നതിലൂടെ നമുക്ക് വ്യക്തമായി. അത് ട്രംപിനും ലോകം മൊത്തത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ്. എന്തായാലും അന്താരാഷ്ട്ര സംവിധാനത്തിൽ സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കാനുള്ള കഴിവിനെയാണ് ഒരു വൻ ശക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് എങ്കിൽ ഇറാൻ ഇന്ന് ആ ഒരു സ്ഥാനത്ത് അർഹനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ തുറച്ചു നോക്കി തങ്ങളുടെ ഭരണം നിലനിർത്തിക്കൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ പണയപ്പെടുത്തി ഇറാന്റെ തന്ത്രം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഇറാൻ ഒരു സൂപ്പർ പവർ ആണോ അല്ലയോ എന്ന ചർച്ചകൾക്കിപ്പുറം ഇന്ന് ലോകം ഇറാന്റെ നിബന്ധനകൾക്ക് കാതോർക്കേണ്ടി വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ലോകത്തിന്റെ ഊർജ്ജ പ്രവാഹത്തെ നിയന്ത്രിക്കാൻ ഇറാന് കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക ആണവായുധം പോലെയാണ്. ഈ ടാങ്കറുകൾ തടയുന്നതിലൂടെ ആഗോള എണ്ണ വിപണിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ചങ്ങല പ്രതികരണങ്ങൾ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിച്ചിരിക്കുകയാണ്. നിലവിൽ ഒരു മിസൈൽ പോലും പ്രയോഗിക്കാതെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ കഴിയുന്ന ഒരു ശേഷി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെക്കാൾ കരുത്തുള്ളതാണ് എന്നാണ് ലോകം മൊത്തം നോക്കിക്കാണുന്നത്. ഇനി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിടുക്കിൽ കാവൽ നിൽക്കുമ്പോഴും ഇറാന്റെ അദൃശ്യമായിട്ടുള്ള മേൽക്കൈ അവിടെ നിലനിൽക്കുന്നു. കടലിടുക്കിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാൻ ട്രംപ് ശ്രമിക്കുന്നത് ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണെങ്കിലും അത് മേഖലയെ മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്നതാണ് പറയാൻ സാധിക്കുന്നത്. എന്തായാലും റഷ്യയും ചൈനയും ഇറാനോട് പുലർത്തുന്ന തന്ത്രപരമായിട്ടുള്ള അടുപ്പം ഈ ഒരു പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനയുമായിട്ട് എണ്ണ കച്ചവടം നടത്തുന്നതും റഷ്യയിൽ നിന്ന് അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതും ഇറാന്റെ ക്ലോക്കിന് കൂടുതൽ ഊർജം നൽകുകയാണ്. ഡോളർ ഇതര വ്യാപാരത്തിലേക്ക് ഇറാൻ നീങ്ങുന്നത് അമേരിക്കയുടെ ആഗോള സാമ്പത്തിക ആധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാകുകയാണ്.
ഒരു പശ്ചാത്തലത്തിൽ ഇറാനെ സൈനികമായിട്ട് തകർക്കുക എന്നത് അമേരിക്കയ്ക്ക് എളുപ്പമാകാത്ത കാര്യമായിട്ട് മാറുന്നു. സ്റ്റാർ ഫീൽഡ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനിയൻ ഘടികാരത്തിന് ദൈർഘ്യം കൂടുന്നത് ഈ അന്താരാഷ്ട്ര പിന്തുണ കൂടി കണക്കിലെടുത്താണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് ഇപ്പോഴും വിദൂരമായിട്ടുള്ള ഒരു സ്വപ്നമാണ്. ആയുധബലത്തിൽ അമേരിക്ക മുന്നിലാണെങ്കിലും സമയത്തിന്റെ പോരാട്ടത്തിൽ ഇറാൻ പതറാതെ നിൽക്കുകയാണ്. ഹോർമുസിലെ ഓരോ തിരമാലയും ഇറാനിലെ ഓരോ തന്ത്രപരമായിട്ടുള്ള നീക്കവും ലോകത്തോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: ഈ യുദ്ധം വെറും ഒരു പ്രത്യാക്രമണമല്ല, മറിച്ച് അവരുടെ ക്ഷമയാണ്. ആദ്യം പരീക്ഷിക്കപ്പെടണമെന്നതിന്റെ പരീക്ഷണമാണ്. എന്തായാലും അമേരിക്ക ഒരു വർധനക്കെണിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ഘടികാരം കൃത്യമായിട്ട് ചലിപ്പിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുന്നുണ്ട്. വരും നാളുകളിൽ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതവും ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷതയുമായിരിക്കും ഈ ഒരു സമയത്തിന്റെ വിജയം നിശ്ചയിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും വലിയ രീതിയിലുള്ള നഷ്ടവും അമേരിക്കയ്ക്കും പശ്ചിമേഷ്യയ്ക്കും ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്.